കുട്ടി എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. പക്ഷെ ആ കൊച്ചിനെ ഇത്രത്തോളം അപവാദം പറയാൻ എന്തത് എന്റെ മക്കൾ ചെയ്തെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്നെ സങ്കടം വരുന്നുണ്ട്. അത് ഓരോ ദിവസവും അനുഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടാണ് കിടക്കുന്നത്. ആ നെവിൻ അനുമോളുടെ കട്ടിലേൽ വെള്ളം കോരി ഒഴിച്ച ആ ഒരാഴ്ച സത്യം പറഞ്ഞ എനിക്കും ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. ആ കൊച്ച് അതിനകത്ത് അനുഭവിക്കുന്നതൊക്കെ കണ്ടിട്ട്. പിന്നെ പ്രിയപ്പെട്ട ശൈത്യമോള്, പ്രിയപ്പെട്ടവരെ, ബിഗ് ബോസ് ആരാധകരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം കേട്ടാ. സ്വാഗതം പറഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയണമല്ലോ. നമ്മുടെ ഫിനാലെ അനുമോള് കപ്പ് പൊക്കിയ ആ നിമിഷം നിങ്ങൾ എത്ര പേര് നമ്മുടെ ശൈത്യമോളുടെ മൂഞ്ചി ശ്രദ്ധിച്ചു? ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെയായിരുന്നു നമ്മുടെ ശൈത്യമോളുടെ മൂഞ്ചി. ശൈത്യമോളെ, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നീ കേരളത്തിലേക്ക് വരണ്ട മോളെ. നീ ചെന്നൈയിൽ നിന്ന് വല്ല വിമാനവും പിടിച്ച് വല്ല ഉഗാണ്ടയിലോട്ടും പോകും. അതായിരിക്കും നിനക്ക് നല്ലത്. ചിലപ്പോൾ നീ നിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാർ തന്നെ നിന്നെ കല്ല് വലിച്ചെറിയും. എന്തിനാണ് മോളെ നീ റീ എൻട്രി നടത്തിയത്? അനുമോക്ക് കപ്പ് മേടിച്ചു കൊടുക്കാനാണോ മോള് റീ എൻട്രി നടത്തിയത്? ആ 2 ദിവസം എന്തൊക്കെയാ കുഞ്ഞുവാവെ അതിനകത്ത് കാണിച്ചു കൂട്ടിയെന്ന് ഒന്ന് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എപ്പിസോഡ് കണ്ട് നോക്കണം കേട്ടോ. എല്ലാം പോട്ടെ, നമ്മുടെ ബിഗ് ബോസിന്റെ ഫൈനൽ എഡിറ്റ് ചെയ്ത ചേട്ടന്മാർക്കൊരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. അനുമോളിൽ കപ്പ് പൊട്ടുന്നു, ശൈത്യയുടെ മൂഞ്ചയിലോട്ട് ഫോക്കസ് പോകുന്നു. അനുമോളിൽ കപ്പ് പൊക്കിയിട്ട് കരയുന്നു, ശൈത്യയുടെ മൂഞ്ചയിലോട്ട് ഫോക്കസ് പോകുന്നു. ശൈത്യക്ക് അങ്ങോട്ട് അപ്പിടാൻ മുട്ടിയിട്ട് വയ്യായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത് ആ സമയത്ത്. അയ്യോ, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ച് പ്രിയപ്പെട്ടവരെ ഒന്ന് പറയണം കേട്ടോ കമന്റ് ബോക്സിൽ. ശൈത്യയുടെ മൂഞ്ചി ശ്രദ്ധിച്ച ആൾക്കാർ നല്ല ഒന്നാന്തരം എക്സ്പ്രഷൻസ് ആയിരുന്നു. അങ്ങോട്ട് അസൂയയും കുശുമ്പും എല്ലാം കൂടി അങ്ങോട്ട് മൂത്തിട്ടുണ്ടല്ലോ. ശൈത്യമോളെ, ഞാൻ തുടക്കത്തിൽ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, ഇന്നലെ നമ്മുടെ ഫിനാലെ നമ്മുടെ അനുമോളുടെ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ആര്യനാട് ജംഗ്ഷനിലിരുന്നായിരുന്നു കണ്ടത്. അപ്പോൾ അത് കാണുന്ന സമയത്ത് ആൾക്കാരുടെ റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ ഓൺലൈൻ ചേട്ടന്മാർ പോയി എടുത്തപ്പോൾ അവർ സംസാരിക്കുന്നതും അവരവരുടെ അഭിപ്രായം പറയുന്നതും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ആ ചേച്ചി അനുമോളുടെ ബന്ധുവാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ കണ്ട സെലി സ്പോട്ട് എന്ന് പറഞ്ഞ ചാനലിൽ അവരുടെ ടൈറ്റിൽ അങ്ങനെയായിരുന്നു, ബന്ധു എന്തോ പറയുന്നതെന്നും പറഞ്ഞിട്ടാണ്. ആ ചേച്ചി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് പെട്ടെന്ന് കേട്ടെ. 3.5 കോടി ജനങ്ങളിലുള്ള ആൾക്കാരാണ് അവളെ PR. അല്ലാതെ ആർക്കും PR കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും അവൾക്കില്ല, അവൾ കൊടുക്കുകയില്ല, അതിന്റെ ആവശ്യമില്ല. അവളൊരു നല്ല കുട്ടിയാണ്, അവളെ തന്നെ കപ്പ് കൊണ്ടുവരണം. ഞങ്ങളെല്ലാം ആത്മാർത്ഥമായ പ്രാർത്ഥനയും എല്ലാം അവൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചേച്ചി അനുമോള് നല്ല കുട്ടിയൊക്കെ തന്നെ, പക്ഷെ ആ നല്ല കുട്ടിയെ ചേച്ചി ഒരു കള്ളിയാക്കി മാറ്റരുത്. ചേച്ചി അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ട് ചേച്ചി അനുമോള് PR കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ ചേച്ചി വന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അനുമോൾക്ക് PR കൊടുക്കാനുള്ള ശേഷിയില്ല, അനുമോള് PR കൊടുത്തിട്ടില്ല എന്നൊക്കെ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നേ? ഇങ്ങനൊന്നും പറയല്ലേ, അനുമോളെ ചുമ്മാ കള്ളിയാക്കി മാറ്റല്ലേ. അനുമോള് തന്നെ സമ്മതിച്ചാ ചേച്ചി അനുമോള് PR കൊടുത്തിട്ടുണ്ടെന്ന്. ഇപ്പൊ അനുമോള് PR കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞതിന് വലിയ കുഴപ്പമൊന്നുമില്ല ചേച്ചി. എന്താ ഇത്ര കുറ്റം? എന്താ അതിനകത്തൊന്നും ഒരു തെറ്റില്ല, മനസ്സിലായില്ലേ? അതൊന്നും ഒരു തെറ്റുള്ളൊരു കാര്യമൊന്നുമല്ല. ചേച്ചി ചുമ്മാ അങ്ങനൊന്നും പറയല്ലേ. ഇനിയിപ്പോൾ കുറേ എണ്ണം ഇറങ്ങും അനുമോള് കള്ളിയാണ്, കള്ളം പറഞ്ഞു എന്നൊന്നും പറഞ്ഞ്. ഇങ്ങനൊന്നും പറയരുത് കേട്ടോ ചേച്ചി. ചുമ്മാ അബദ്ധത്തിൽ പോലും വായിന്ന് ഇനി ഇങ്ങനൊന്നും വീഴല്ലേ. ചിലപ്പോൾ ഒരു ത്വരയുടെ പുറത്ത് മീഡിയക്കാർ വന്നപ്പോൾ അങ്ങ് പറഞ്ഞതായിരിക്കും അനുമോൾക്ക് അതിനുള്ള ശേഷിയില്ല, അനുമോള് PR കൊടുത്ത് കാണത്തില്ല എന്നൊക്കെ. കൊച്ചു PR കൊടുത്തിട്ടുണ്ട്, കൊച്ചത് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ചേച്ചിമാരിനിയും ചുമ്മാ അലമ്പൊന്നും കാണിക്കല്ലേ, അത് വിട്. ഇനിയിപ്പം ഞാനൊരു കമൻറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഒരു വീഡിയോയുടെ അടിയിൽ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഒരു വീഡിയോ അല്ല, ഒരു പോസ്റ്റിൻ്റെ അടിയിൽ അനുമോള് മറ്റേ കപ്പും പിടിച്ച് നിൽക്കുന്ന ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്ന ആദ്യത്തെ കമൻ്റാണ്. ഈ കമൻറ്റ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് വേറൊരു വീഡിയോ നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാറുണ്ട്. നമ്മുടെ മാരാറേട്ടൻ്റെ ഇന്നലെ പാതിരാത്രിക്ക് മാരാറേട്ടൻ, നമ്മുടെ അഖിൽ മാരാറേട്ടൻ നമ്മുടെ എന്താണ് ഫിനാലെ കഴിഞ്ഞ ഉടനെ തന്നെ ലൈവിൽ കയറിയിരുന്നായിരുന്നു. മാരാറേട്ടന് പനിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അനുമോള് ജയിക്കുമ്പോൾ മാരാറേട്ടൻ വന്നല്ലേ പറ്റൂ. കാരണം മിനിഞ്ഞാന്ന് തൊപ്പിയായിട്ടുള്ള വിഷയം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. തൊപ്പിയൊക്കെ പിടിച്ച് വെച്ച് അങ്ങോട്ട് സെഞ്ചിട്ടെ, മനസ്സിലായ? അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. വളരെ പ്രധാനപ്പെട്ട, എനിക്കൊന്ന് മാരാറിൻ്റെ വീഡിയോ ഒരു 10-34 മിനിറ്റ് ഉണ്ട്, അത്രയൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. കുറച്ച് ക്ലിപ്പുകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് അനുമോളുടെ കൺഗ്രാജുലേഷൻ പോസ്റ്റർ ദ വിന്നർ ആ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റ് ഇത് കണ്ടു. അനുവിൻ്റെ 1ാം സമ്മാനത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും വിമർശിക്കുന്നവരും ഉണ്ടാകും. എല്ലാവർക്കും ഒരു പക്ഷേ PR ഉണ്ടാകും. അനുവിൻ്റെ 1ാം സ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും വിമർശിക്കുന്നവരും ഉണ്ടാവും. എല്ലാവർക്കും ഒരു പക്ഷേ PR ഉണ്ടാവും. പോട്ടെ. പക്ഷെ ഫിനാലെ ഷൂട്ടിന് മണിക്കൂറുകൾക്ക് മുമ്പ് അനുവിനെ വിജയിയായി പ്രഖ്യാപിച്ചും
വിമർശകരെ 3G ആക്കിയും ഉള്ള PR വിനുവിൻ്റെ പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഇന്നലെ കാണിച്ചു തന്നതാ. വിനുവിൻ്റെ പോസ്റ്റ് ഈ ഷോയുടെ വിശ്വസ്തതയെ തന്നെ ഇല്ലാതെയാക്കുന്നതാണ്. ഇനി വരുന്ന സീസണുകളിൽ വിന്നറാകാൻ ആഗ്രഹമുള്ളവർ വിനുവിനെ തന്നെ PR ഏൽപ്പിക്കുക. കപ്പ് നിങ്ങളെ തേടി വരും. സംഗതി നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു കമന്റിനോട് ഞാൻ യോജിക്കുന്നു. ഈ കമന്റ് കണ്ടപ്പോഴാണ് ശരിക്കും ഞാനും ആലോചിച്ചത്, ശരിയാണല്ലോടാ. നിങ്ങൾ ചിന്തിച്ചില്ലേ, ഈ ഫിനാലെ നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ഹാറ്റ്, ഒരു ഹാറ്റ് എന്ന് പറഞ്ഞാൽ തൊപ്പി അത് നമ്മുടെ തൊപ്പി, മറ്റേ തൊപ്പിക്കിട്ടുള്ള കൊട്ടുമാണ്. ഒരു തൊപ്പി ഇട്ടിട്ട് ആ തൊപ്പിയിൽ 3G എന്നുള്ളൊരു പിക്ചർ നമ്മുടെ PR വിനു അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തൊപ്പി 3G എന്ന് പറഞ്ഞിടാൻ കാരണം നമ്മുടെ വിനുചേട്ടൻ നേരത്തെ അറിഞ്ഞോ അനുമോള് ഈ വോട്ടിങ്ങിൽ ഏറ്റവും മുൻപന്തിയിലാണെന്നുള്ളൊരു കാര്യം വിനു അറിഞ്ഞിട്ടാണോ വിനു അങ്ങനെ ഒരു സാധനം ഇട്ടേ? അല്ല, ഇല്ലെങ്കിൽ വിനു അതിടേണ്ട കാര്യമില്ല. അത് വേറൊരു കാര്യം അല്ലേ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? സത്യമല്ലേ? വിനു അപ്പം നേരത്തെ അറിഞ്ഞു അനുമോള് വിജയ് എന്നുള്ള കാര്യം അല്ലേ? സത്യം പറഞ്ഞാൽ അങ്ങനെ വിനു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കൂടെ? നിങ്ങളൊക്കെ പ്രിയപ്പെട്ട ജനങ്ങളെ, സാധാരണക്കാരെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആ മൊമെന്റിൽ വൈകുന്നേരം ആകുമ്പോഴായിരിക്കും എല്ലാവരും അറിയുന്നത്. ഒന്നും അല്ല. മനസ്സിലായില്ലേ? PR ചേട്ടന്മാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്, വിനു ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്നലെ വിനു ആ പോസ്റ്റ് വിട്ടത്. മിനിഞ്ഞാന്ന് രാത്രി ഏകദേശം ഒരു 11:50 വരെ, ഞാൻ അറിഞ്ഞതാണ് 11:50 വരെ വോട്ടിൽ ലീഡ് ചെയ്ത് നിന്നിരുന്നത് അനീഷേട്ടനാണ്. 12:05 വോട്ട് ക്ലോസ് ചെയ്തതെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ 15 മിനിറ്റ് കൊണ്ട് ഏറ്റവും നന്നായിട്ട് ലീഡ് ചെയ്തിരുന്ന അനീഷേട്ടനെ തോൽപ്പിച്ച് മുന്നിൽ കയറാൻ നമ്മുടെ അനുമോൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വിനുചേട്ടൻ്റെ കളി ഉണ്ടേ. വിനുചേട്ടൻ്റെ കളി കാണും, ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ വിനുചേട്ടന് മണ്ടത്തരങ്ങൾ സംഭവിക്കുന്നുണ്ട്, അത് 101% ഞാൻ എഴുതി ഒപ്പിട്ട് തരും. മണ്ടത്തരങ്ങൾ സംഭവിക്കുന്നുണ്ട്. പുള്ളി തന്നെ ആദ്യമേ ഒന്ന് പറഞ്ഞു 30 ലക്ഷത്തിൻ്റെ PR വരെ ഇവിടെ ചെയ്യാറുണ്ട്. ആ പുള്ളി തന്നെ പറഞ്ഞു 5 ലക്ഷം വരെയൊക്കെ PR ഒക്കെ ഇവിടെ നടക്കത്തുള്ളൂ. പുള്ളി തന്നെ പല സമയത്ത് പലതാ പറയുന്നത്. പിന്നെ അവൻ്റെ കഴിവ്, മനസ്സിലായില്ലേ? അത് കഴിവുകേടല്ല, അവൻ്റെ കഴിവാണ്. പക്ഷേ ആ ഒരു കഴിവ് ഈ ഒരു ഷോയെ നശിപ്പിക്കുന്നില്ലേ ഒരു പരിധി വരെ? അനുമോൾക്ക് പിന്നെ ജെനുവിൻ ആയിട്ടുള്ള വോട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നൊന്നും പറയണ്ട. ജെനുവിൻ ആയിട്ടുള്ള വോട്ടുണ്ട്. ഈ വീഡിയോ കാണാൻ തന്നെ അനുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ കാണുമെന്ന് എനിക്കറിയാം. ഇല്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ അനുമോളെ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, പറയാൻ ഇപ്പോഴും ഒരു മടിയില്ല. അനുമോളെ അതേപോലെ സപ്പോർട്ടും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതും എനിക്ക് പറയാൻ ഒരു മടിയില്ല. ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് വിഷമമൊന്നും തോന്നില്ല. അനുമോൾ അർഹിക്കുന്ന ഒരാളാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയും അനുമോൾ അർഹിക്കുന്ന ഒരാൾ തന്നെയാണ്. അതിനും മാത്രം ആ കൊച്ചു കണ്ടന്റ് കൊടുത്തിട്ടുണ്ടേ. അതുകൊണ്ട് അർഹതപ്പെട്ട ഒരാൾ തന്നെയാണ് ഇത്തവണ കപ്പ് കൊണ്ടുപോയിരിക്കുന്നത്. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയവും എനിക്കില്ല. നിങ്ങൾക്കുണ്ടോ? എനിക്കില്ല. അർഹതപ്പെട്ട ഒരാൾ തന്നെയാണ്. പക്ഷെ അയാൾ മാത്രമാണോ അർഹതപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അനീഷേട്ടനും അർഹനാണ്, അല്ലാതെ ഞാൻ പറയത്തില്ല. പുള്ളി അർഹനാണ്. ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളുടെ തന്നെയാണ് കപ്പ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തെ PR കളി എനിക്ക് അതിനെപ്പറ്റി അധികം സംസാരിക്കാൻ താല്പര്യമില്ല. ഈ ഒരൊറ്റ കേസ്, ഈ കമന്റിൽ പറഞ്ഞ ആ ഒരു കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എങ്ങനെ PR വിനു ഫിനാലേക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് അറിഞ്ഞു? അതായത് തൊപ്പി എന്തിനാ 3G ഇട്ടതെന്ന് അറിയാലോ നമുക്ക്. തൊപ്പിയുടെ ഫോട്ടോ ഇട്ടിട്ട് 3G, അതായത് തൊപ്പി അനീഷിന് വേണ്ടി വോട്ട് ചോദിച്ചു. അത് 3G ആയതാണ് അവർ ഉദ്ദേശിച്ചത് അല്ലേ? ബോധമുള്ള എല്ലാവരും നോർമലായിട്ട് ചിന്തിച്ചാൽ അതേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിടണമെങ്കിൽ ഒരു കിട്ടിക്കാണുമല്ലോ, എന്തെങ്കിലും ഒരു എന്താണ്, മനസ്സിലായില്ലേ? അറിവ് കിട്ടിയിട്ടുണ്ട് നേരത്തെ. അപ്പം അതൊക്കെ കുറച്ച് ഓവറല്ലേ? അതൊക്കെ ഈ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റിയെ ഇല്ലാതാക്കുന്ന പോലത്തെ പരിപാടിയല്ലേ? എന്തോ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇന്നലത്തെ ഫിനാലെ എപ്പിസോഡിൽ നമ്മുടെ അക്ബർ ഇക്ക പുറത്തേക്ക് പോയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ്സ് ആയിരുന്നു ഇന്നലത്തെ ഫിനാലയിൽ. അതായത് അക്ബർ പുറത്തേക്ക് പോയപ്പോൾ 5th പൊസിഷൻ അക്ബർ പുറത്തേക്ക് പോയപ്പോൾ അക്ബർ അനീഷേട്ടനെ കെട്ടിപ്പിടിച്ചു. അനീഷിനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ലിറ്ററലി എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അക്ബറിന്റെ വായിന്നത് കേട്ടപ്പോൾ. വേറെ ആരെങ്കിലും ഇപ്പോൾ ഷാനവാസ് പറഞ്ഞായിരുന്നെങ്കിലും ഓക്കെ എന്ന് ഞാൻ വെച്ചേനെ. പക്ഷെ അക്ബർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അക്ബർ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പറയുന്നത്. അതായത് ചേട്ടൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ ഇവിടെ ആരെയും ക്യാരക്ടർ അസസിനേഷൻ ചെയ്തിട്ടില്ല, ഒരാളെയും പേഴ്സണലി ചേട്ടന് ഹേർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ഗെയിമറായിരുന്നു, നിങ്ങളുടെ ഗെയിം നിങ്ങൾ കളിച്ചു, നിങ്ങൾ വെറുപ്പിച്ചു എല്ലാവരും. പക്ഷെ നിങ്ങൾ പേഴ്സണലായിട്ട് ഒരാളെ പോലും ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തിട്ടില്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ അക്ബർ പറയുന്നത് കേട്ടപ്പോൾ ലിറ്ററലി സത്യമല്ലേ? അത് ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. സത്യമാണത്. ഒരാളെ പോലും പേഴ്സണലായിട്ട് അയാളുടെ പേഴ്സണൽ കാര്യം വെച്ചിട്ടോ അനീഷ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചതാണ്, ഇല്ലാന്ന് ഞാൻ ഇപ്പോഴും പറയത്തില്ല. എൻ്റെ ഉള്ളിലൊരാഗ്രഹം ഉണ്ടായിരുന്നു.
കപ്പ് അങ്ങേര് കൊണ്ടുപോകണമെന്ന്. പക്ഷെ ഇല്ല, കൊണ്ടുപോയില്ല. പക്ഷെ അതുപോലെ തന്നെ ഡിസേർവിംഗ് ആയിട്ട് ഒരാൾ തന്നെയാണ് കപ്പ് തൂക്കിയിരിക്കുന്നതും. അതിനകത്തും എനിക്ക് ഒട്ടും സങ്കടമില്ല. എന്തിനാണ് ഞാൻ സങ്കടപ്പെടുന്നത്? എനിക്ക് പ്രത്യേകിച്ച് ഒരു സങ്കടവും ഇല്ല. പക്ഷേ ഇന്നലെ മാരാറേട്ടൻ്റെ ലൈവ്, മാരാറേട്ടൻ അഖിൽ മാരാറുടെ പല പല എന്താണ് പുള്ളിയുടെ പല പേഴ്സ്പെക്റ്റീവ്സിനോടും യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഒരു 98% യോജിക്കുമെങ്കിൽ ഒരു 2% ചില കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുമുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നലെ മാരാറേട്ടൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ യോജിക്കുന്നു. പക്ഷെ അതിൽ പറഞ്ഞ ഒരു കാര്യം, അതിനോട് എനിക്കൊരു ചെറിയ വിയോജിപ്പുമുണ്ട്. എന്താണെങ്കിലും മാരാറേട്ടൻ്റെ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം, പക്ഷെ അത് ഞാനിവിടെ കാണിക്കുന്നില്ല. അതൊരു ബോംബാണ്. അത് പൊട്ടിക്കാൻ എനിക്ക് തോന്നിയാൽ ഞാൻ പൊട്ടിക്കും. അത് വേറൊന്നുമല്ല, ഒരു കമൻറ്റ്. അത് ഈ PR-ൻ്റെ കളികളാണോ എന്തോ എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഈ അനുമോക്ക് മറ്റേ മാരുതി കാറ് കൊടുക്കുന്നതൊക്കെ മിനിഞ്ഞാന്ന് തന്നെ ഏഷ്യാനെറ്റിൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ ഒരു വ്യക്തി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു. ആ വ്യക്തി തന്നെ, ആ കമൻ്റ് ഇട്ട വ്യക്തി തന്നെ വീണ്ടും ഏഷ്യാനെറ്റിൻ്റെ ഒരു വീഡിയോ അടിയിൽ പോയി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റിൻ്റെ ഇരിപ്പുണ്ട്. പക്ഷേ ഇയാൾ ആദ്യം ഇട്ട കമൻറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് വിശദീകരിക്കാൻ നിൽക്കാത്തത്. ആ വ്യക്തി ഇട്ടിരിക്കുന്ന കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അനുമോക്ക് തലേ ദിവസം, ഇന്നല്ല ഫിനാലെ, ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് നമ്മുടെ ഈ റീ എൻട്രി നടത്തിയ ആൾക്കാരെല്ലാം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ, അഞ്ജന നമ്പ്യാരായിട്ട് ഇരുന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതിൻ്റെ അടി വന്ന കമൻറ്റാണ്, നിങ്ങളിങ്ങനെ മാരുതി വിക്ടോറിയ കൊടുക്കാൻ പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ്. ഞാനപ്പോൾ ആലോചിച്ചു, കുറേ കാര്യങ്ങൾ പുറത്ത് പോകുന്നുണ്ടോ, കുറേ കാര്യങ്ങൾ വോട്ടിങ്ങിൻ്റെ ആണെങ്കിലും ശരി. ഇപ്പം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, പിന്നെ ഞാൻ രാത്രിയിലൊക്കെ ഏറ്റവും കൂടുതൽ വോട്ടിലെ ഫ്രണ്ടിൽ നിന്ന് അനീഷേട്ടനാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, സമ്മാനം കൊടുക്കുന്നത് പോലും പല ആൾക്കാരുടെയും വഴി, പല ആൾക്കാർ വഴി പുറത്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നൊരാൾ വിജയിക്കുമെന്നുള്ളൊരു കാര്യം 2 ദിവസം മുമ്പെയൊക്കെ കമൻറ്റിൽ അത് വന്നിട്ടുണ്ട്. എനിക്കത് മനസ്സിലാവുന്നില്ല എങ്ങനെയാണെന്ന്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന തെളിവുകൾ വെച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് അത് എത്തിക്കുകയുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും മാരാറേട്ടൻ്റെ വീഡിയോ തൊപ്പിക്ക് നല്ല കൊട്ട് കൊടുത്തിട്ടുണ്ട്. തൊപ്പി ഇന്നലെ രാത്രിയിൽ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തൊപ്പി പെട്ടെന്ന് തന്നെ ലൈവ് ഓഫ് ചെയ്തങ്ങ് പോയി. കാരണം തീർന്നെന്ന് മനസ്സിലായി. എന്താണെങ്കിലും തൊപ്പിക്കൊരു അഹങ്കാരമാണെന്ന് തോന്നുന്നു. തൊപ്പി എന്തോ ആണ്. അതായത് ഞാൻ പറഞ്ഞാൽ കുറെ പിക്കിരി പിള്ളേർ വെറും വോട്ട് ചെയ്യും എന്നുള്ളൊരു സാധനമുണ്ട്. ആ അഹങ്കാരം ഇന്നലത്തോടെ തീർന്നു. തൊപ്പിയല്ല കേരളത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തി തൊപ്പിയാണ്. കേരളത്തിലെ ഏറ്റവും ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അത്യാവശ്യം സമ്പന്നനാണ് തൊപ്പി. പക്ഷെ അതിൻ്റെ അഹങ്കാരം കാണിക്കരുത് തൊപ്പി, മനസ്സിലായില്ല. എല്ലാം എൻ്റെ കയ്യിലാണെന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്ക്, അത് പണിയാവും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും മോനുണ്ടെങ്കിൽ. അപ്പോൾ എന്താണെങ്കിലും മാരാറുടെ വീഡിയോ ഇനി നമുക്കൊന്ന് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. മാരാറുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ അനുമോള് കപ്പ് പൊക്കിയ സമയത്ത് ശൈത്യമോളുടെ മൂഞ്ചിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരാളെ പറ്റി പറയാനുണ്ട്, ലക്ഷ്മിയെ പറ്റി പറയാതെ പോകാൻ പറ്റുമോ മാരാറിലേക്കൊക്കെ? സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അനുമോള് കപ്പ് പൊക്കിയപ്പോൾ ലക്ഷ്മി കരയുന്നതൊക്കെ കണ്ട് ഞാൻ, ലക്ഷ്മിയുടെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നതേ, ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയത്. സ്റ്റേജിലോട്ട് കയറി വന്നപ്പോഴാണെങ്കിൽ പോലും ലക്ഷ്മിയൊക്കെയാണ്, ലക്ഷ്മി, മസ്താനി, പ്രവീൺ, ഇവർ 3 പേരുമാണ് കപ്പ് അനുമോള് പൊക്കിയപ്പം ആഹ്ലാദത്തോടെ എണീറ്റ് ചാടി നിന്ന് കൈയൊക്കെ കൊട്ടിയത്. വേറെ ആരെയും അങ്ങോട്ട് അധികം സൂം ചെയ്തില്ല കേട്ടോ. വേറെ ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷമൊന്നും ഇല്ല. പക്ഷെ അവർ 3 പേരും, പിന്നെ ആദില, നൂറ സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷെ ഒരുപാട് അങ്ങോട്ട് ഇല്ല. പിന്നെ പുറത്ത് കാണിച്ചല്ലേ പറ്റൂ, ഇല്ലെങ്കിൽ പുറത്തേക്ക്, അതായത് വീട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ സൈബർ അറ്റാക്ക് പേടി കാണും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സന്തോഷമൊക്കെ മുഖത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ലക്ഷ്മി ആ കരച്ചിലൊക്കെ ഓടി സ്റ്റേജിലോട്ട് വന്നിട്ട് അനുമോളെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ വെക്കുന്ന കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. സത്യം പറഞ്ഞ എനിക്ക് ഈ നമ്മൾ പുറമെ കാണുന്ന സുഹൃത്ത് ബന്ധങ്ങളൊന്നുമല്ല ശരിക്കുള്ള സുഹൃത്ത് ബന്ധങ്ങൾ. അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണത്. ആ ഷോയിനകത്തൊക്കെ നമ്മൾ കണ്ടതാണ്, പുറത്തും അകത്തും. ഷോയ്ക്കകത്തൊക്കെ എന്തൊക്കെയായിരുന്നു. ആദില, നൂറ, ശൈത്യമോൾ തുടക്കത്തിലെ ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അനുമോളുടെ. അവളുടെയൊക്കെ മൂഞ്ചി നമ്മൾ കണ്ടു. എത്രയൊക്കെ സൈബർ അറ്റാക്ക്, അനുമോള് മറ്റേ ഉണ്ടാക്കിയ സൈബർ അറ്റാക്ക് ഒന്നും അല്ലല്ലോ. പുറകിൽ നിന്ന് കുത്തിയപ്പം പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് PR-ൻ്റെ കിട്ടിയ കുത്തലായിരിക്കത്തില്ലേ? അതിൻ്റെ പേരിൽ അനുമോളോടുള്ള ദേഷ്യം വെക്കുക, അതിനകത്ത് കയറി ചെന്നിട്ടാണെങ്കിലും പിന്നെ അനുമോളുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ച്
വേർപിരിയിക്കുക അനുമോളുമായിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്യിച്ച ഒരു സുഹൃത്ത്. ആ സുഹൃത്തൊക്കെ നിൽക്കുമ്പോഴാണ് ലക്ഷ്മിയെ പോലുള്ള ഒരാൾ ഓടിച്ചെന്ന അനുമോളെ ലിറ്ററലി, ഞാൻ വീണ്ടും അത് പറയും, എനിക്ക് ഒരുപാട് സന്തോഷമായത് കണ്ടപ്പോൾ. പിന്നെ ലക്ഷ്മിയുടെ കണ്ണ് ഇന്ന് നനഞ്ഞത് അല്ലെങ്കിൽ കണ്ണ് മറ്റേ കലങ്ങിയതൊക്കെ ഇനിയിപ്പം അഭിനയം ആണെന്നൊന്നും ആരും പറഞ്ഞുകൊണ്ട് വരണ്ട, എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. അതും കൂടെ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. ഇനി നമുക്ക് മാരാറേട്ടൻ്റെ വീഡിയോയിലായിട്ട് അങ്ങോട്ട് കിടക്കാം. ആദ്യമായിട്ട് ബിഗ് ബോസിൻ്റെ ഫിനാലെ 5-ലെത്തിയ എല്ലാവർക്കും 1000 ആശംസകൾ അറിയിക്കുകയാണ്. വിജയിച്ച അനുമോൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഹൃദയം നിറഞ്ഞ ആശംസ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അനുമോളെ വിജയിപ്പിച്ച തൊപ്പിക്ക് ഹൃദയത്തിൽ നിന്നും 1000 സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഒരു പക്ഷേ അനീഷ് ജയിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തെ തൊപ്പി അനുമോൾക്ക് അനുകൂലമായി കൊടുത്തതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഞാൻ നാളിതുവരെ അനുമോൾക്ക് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് ഒരിടത്തും കാണിച്ചു തരാൻ പറ്റത്തില്ല. കാര്യം ഞാൻ നാളിതുവരെയും അനുമോൾക്ക് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോലും ചെയ്തിരുന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഫാൻസ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ തന്നെ കഴിഞ്ഞ ആഴ്ച, അതായത് ഈ ഫിനാലെ വീക്കിലും നമ്മുടെ കുട്ടികൾ എന്നോട് ചോദിക്കുന്നുണ്ട്, അഖിലേട്ടൻ പറ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആർക്കും വേണ്ടി വോട്ട് ചെയ്യണ്ട, നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഓരോരുത്തർ, കാര്യം അഖിൽമാരാരെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തിട്ടുള്ള വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സീസണിൽ മറ്റ് പല മത്സരാർത്ഥികളെയായിരിക്കും ഇഷ്ടമെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇഷ്ടത്തെ ഞാൻ മാനിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ വന്നിട്ട് ഇപ്പോൾ തൊപ്പിയുടെ ഓഡിയൻസിനെ ഒരു അടിമകളെ പോലെ ആയിരിക്കും കാണുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവൻ വന്നിട്ട് ഈ വാശിയോട് കൂടിയിട്ടൊക്കെ പറയുന്നത് ഇന്ന ആളെ ജയിപ്പിക്കും, അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, അഖിൽമാരാർ അനുമോളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെ രണ്ടായാലും ആരാണ് ഫീൽഡ് ഔട്ട് ആയത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു യാഥാർത്ഥ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന അനീഷിനെ തോൽപ്പിച്ച് മാരാറേട്ടൻ നല്ല രീതിയിൽ അങ്ങോട്ട് തീർത്തു കൊടുത്തു. പിന്നെ മാരാർ പറയുന്നൊരു കാര്യം ഞാനും കണ്ടിട്ടില്ല, മാരാർ എങ്ങും വന്നു പറഞ്ഞിട്ടില്ല അനുമോക്ക് വോട്ട് കുത്തെന്ന് മാരാർ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഒരു വീഡിയോയിലും. മാരാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാരാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനുമോളെ, ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും വോട്ട് കുത്തനുമോക്കെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അനീഷിന് വോട്ട് കുത്തെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ വോട്ട് കുത്തും എന്ന് ഞാൻ പറയും, പക്ഷെ നിങ്ങളോട് വോട്ട് കുത്താൻ ഞാൻ പറയത്തില്ല. നിങ്ങളുടെ ഇഷ്ടമുള്ള ആൾക്ക് നിങ്ങളാണ് വോട്ട് കൂട്ടേണ്ടത്. പക്ഷേ മാരാർ ഈ പറയുന്ന കണക്ക് തൊപ്പി ഇന്നലത്തെ ലൈവിൽ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊപ്പി അത് മിക്കപ്പോഴും ചെയ്യുന്നതാണ്, മക്കളെ ദ പീപ്പിൾ ഇൻ ദ ചാറ്റ് ബോക്സ് കമോൺ കുത്ത് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഫോഴ്സ് ചെയ്യുക, നിർബന്ധിക്കുക. പുള്ളിയുടെ ചാറ്റിലുള്ള ആൾക്കാരോട് ഇവിടെ വന്നല്ല നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ കുത്ത്, നിങ്ങൾ ഹോട്ട്സ്റ്റാർ എടുക്കൂ, നിങ്ങൾ കുത്തു. അതിൻ്റെ ആവശ്യമില്ല. ആ ഒരു ടൈപ്പ് ഓഫ് പരിപാടി ഇന്നലെ തൊപ്പി ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ മാത്രമല്ല ജിൻഡോയുടെ കേസിലും ചെയ്തിട്ടുണ്ട്. പിന്നെ തൊപ്പി ഫീൽഡ് ഔട്ടായി അല്ലെങ്കിൽ ഫീൽഡ് ഔട്ടായത് ആരാണ്, ഞാനാണോ നീയാണോ എന്നുള്ള രീതിയിലുള്ള മാരാറുടെ സംസാരത്തോട് ഞാൻ യോജിക്കുന്നില്ല മാരാരേട്ടാ. അത് വേറൊന്നും കൊണ്ടല്ല, തൊപ്പി അതിനുള്ള മറുപടി ഇന്നലെ തന്നെ പറഞ്ഞതാണ്. മാരാർക്കും എനിക്കും ഒക്കെ കിട്ടുന്നതിനെക്കാട്ടിലും വ്യൂസിൻ്റെ ഇരട്ടി വ്യൂസാണ് തൊപ്പിക്കുള്ളത്. മനസ്സിലായില്ലേ? അവന് നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. അവൻ ഫീൽഡ് ഔട്ട് ഒന്നും അല്ല മാരാറേട്ടാ, അങ്ങനെ പറയരുത്. അത് താങ്കളുടെ തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ പറയും. ഒരിക്കലും അവൻ ഫീൽഡ് ഔട്ട് അല്ല, അവൻ ഇന്നും ഫീൽഡിൽ തന്നെ ഉള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? മാരാറേട്ടൻ്റെ എൻ്റെയൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് ഈ ബിഗ് ബോസ് സമയത്ത് ഒരു കുത്തിക്കയറ്റം, പ്രത്യേകിച്ച് മാരാറേട്ടൻ, എന്നെക്കാട്ടിലൊക്കെ നല്ല വ്യൂസ് മാരാറിനുണ്ട് ബിഗ് ബോസ് സമയത്ത്. പക്ഷെ ഇത് അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ മാരാർക്ക് അത്ര വ്യൂസ് ഇല്ലല്ലോ. ഇല്ല മാരാറേട്ടാ, നിങ്ങളെക്കാട്ടിലും വ്യൂസ് ചിലപ്പോൾ ചില വീഡിയോകൾക്ക് എനിക്ക് കാണും. മനസ്സിലായില്ലേ? എൻ്റെയൊക്കെ 10 ഇരട്ടി കാണും തൊപ്പിക്ക്. അതുകൊണ്ട് തന്നെ തൊപ്പി ഫീൽഡ് ഔട്ട് ആണെന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല മാരാറേട്ടാ. അതൊക്കെ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് നിങ്ങൾ പറയുന്നതായിട്ടേ ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് കേൾക്കാം. എൻ്റെ അഭിമാനം സംരക്ഷിച്ച തൊപ്പിക്ക് ഞാൻ സ്നേഹം അറിയിക്കുകയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് തൊപ്പി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വലിയ ഇഷ്ടമാണ്. കഴിഞ്ഞ സീസണിൽ ജിൻഡോയ്ക്ക് അനുകൂലമായി തൊപ്പി വരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്തില്ല. കാര്യം കഴിഞ്ഞ സീസണിൽ ഞാൻ കണ്ടിരുന്നില്ല. ഈ സീസണിൽ എവിടെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയതെന്നുള്ള കാര്യം പ്രേക്ഷകരെല്ലാം മനസ്സിലാക്കണം. ഞാൻ ഈ സീസണിലെ ആദ്യത്തെ 50 ദിവസവും എനിക്ക് ഒരു മത്സരാർത്ഥികളോടും പ്രത്യേകിച്ച് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ ഈ സീസണിനുള്ളിലേക്ക് പോയ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടത് ഓർമ്മയുണ്ടാവും. ഞാൻ അനീഷിന് കൈ കൊടുക്കുകയല്ല, ഞാൻ പോയി ഹഗ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഞാൻ എൻ്റെ ആ ഒരു സ്നേഹം അനീഷിനോട് ഹഗ് ചെയ്ത് തന്നെ അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അനീഷ് എന്ന് പറയുന്ന ആൾ തുടക്കത്തിൽ തന്നെ, അതായത് ആ വന്ന ആദ്യത്തെ ദിവസം മുതൽ തന്നെ അനീഷ് ബിഗ് ബോസ് ഹൗസിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അയാളൊരു ഭയങ്കര ഗെയിമറാണെന്നോ അയാൾ വലിയ സംഭവമാണെന്നോ എന്തൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ അയാൾ 100% ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്.
ആ ഒരു ഇമ്പാക്റ്റിൽ അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിവിനും അനുവും തമ്മിലുള്ള ചില ഇഷ്യൂസ്, ചില വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് ഞാൻ ആ പർട്ടിക്കുലർ വിഷയത്തിൽ നിവിനെ എതിർത്ത് ഞാൻ സംസാരിച്ചു. കാരണം എനിക്ക് നിവിൻ ആ ചെയ്തതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് അനുമോളെ വലിയ രീതിയിൽ ഹരാസ് ചെയ്യുന്ന, പിന്നീട് വെള്ളം കോരി ഒഴിക്കുന്ന ഒരു നിവിൻ്റെ ഒരു ആക്ടിവിറ്റി കണ്ട സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തു. കാരണം അത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. സത്യസന്ധമായി പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ആക്ടിവിറ്റി പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈവൻ നിവിനെ ഇഷ്ടപ്പെട്ടവർക്ക് പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്ക് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് നിവിനെ താക്കീത് കൊടുക്കുകയും ലാലേട്ടൻ വലിയ രീതിയിൽ വഴക്ക് പറയുകയും മറ്റും ചെയ്തു. ഇത്രയും മതി, കൂടുതലൊന്നും വേണ്ട. മാരാറേട്ടൻ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്ന് അറിയാലോ. മാരാറേട്ടൻ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് എവിടെ തൊട്ടാണെന്ന്, ഈ ഒരു കേസ് തൊട്ടാണ്. പുള്ളി അതാണ് ഈ ബാക്കി പറയുന്നത് കേട്ടോ. ഇനി മൊത്തത്തിൽ നിങ്ങളെ കാണിച്ച് ഞാൻ അങ്ങോട്ട് വെറുപ്പിക്കുന്നില്ല, ഇത്രേ ഉള്ളൂ. പുള്ളി ആ ഒരു കേസ് തൊട്ടാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഞാനും ഏറ്റവും കൂടുതൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത ആ ഒരു വിഷയത്തിലായിരുന്നു. നെവിൻ്റെ ആ ഒരാഴ്ചയിലെ നെവിൻ്റെ ഒരു പ്രകടനമൊന്നും പറയാൻ പറ്റത്തില്ല. അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അനുമോളോടുള്ളൊരു ദേഷ്യം, ഒരു പരിധിയിൽ കൂടുതൽ ആ കൊച്ചിനെ ഹരാസ് ചെയ്തു. അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ, എനിക്കും തോന്നുന്നു, അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അത്രയ്ക്കും വൃത്തികേടാണ് നെവിൻ അന്ന് നെവിനെ ഇഷ്ടപ്പെടുന്നവർ പോലും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നെവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നത്. പക്ഷേ ആ ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച വെറുത്തു പോയി. പക്ഷേ അതിൻ്റെ അടുത്ത ആഴ്ച നെവിൻ ബാക്ക് ടു പവർ ആയിരുന്നു. നെവിനെ വീണ്ടും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും നെവിനെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അനുമോളെ അന്ന് തൊട്ട് എനിക്ക് കൂടുതൽ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നല്ല സപ്പോർട്ട് ചെയ്തത് ആ ഒരു സമയത്തായിരുന്നു. മാരാറും അന്ന് തൊട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അന്ന് മാരാറിനെ, അല്ലെങ്കിൽ അന്ന് തൊട്ട് മാരാറിനെ അനുമോളുടെ PR ആയിട്ട് അങ്ങ് വെച്ചു എന്നാണ് മാരാറ് പറയുന്നത്. പല മീഡിയാസും പിടികിട്ടിയില്ലേ. മാരാർ അതാണ് ചെയ്തിട്ടുള്ളത്, സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും നിങ്ങൾ PR എന്ന് വിളിക്കുകയാണെങ്കിൽ, എൻ്റെ പൊന്നു തൊപ്പിയാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ആരാണെങ്കിലും ശരി, വിളിച്ചോണ്ടിരിക്കാനേ ഞാൻ പറയത്തുള്ളൂ. വി ഡോണ്ട് കെയർ. ഏറ്റവും കൂടുതൽ ഞാൻ വിളി കേട്ടിട്ടുണ്ട്, ഞാൻ അനുമോളുടെ PR ആണെന്ന്, അനീഷിൻ്റെ PR, ഇവരെ രണ്ടുപേരെയും PR ആണ് എന്ന് തന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലേ, നിങ്ങളെ വിളി എന്നേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അനുമോളുടെ PR എന്നുള്ള വിളിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ഒതുങ്ങിയതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അല്ല റിപ്ലൈ ചെയ്യുന്നത്. കുറേ ആൾക്കാരുടെ അഭ്യർത്ഥനയല്ല, കുറേ ആൾക്കാർ എന്നെ വഴക്ക് പറഞ്ഞു, എടാ ഒന്ന് നിർത്തടാ, നീ ഇങ്ങനെ കിടന്ന് ചിലക്കാതടാ, നീ ഇത്തിരി മാന്യമായിട്ട് സംസാരിക്കും, തെറി പറയാതെ. അപ്പോൾ കുറച്ച് മാന്യത കീപ്പ് ചെയ്താണ് ഞാനിപ്പോൾ കൂടുതലും സംസാരിക്കുന്നത്. കാര്യം കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് ഞാൻ ഒരുപാട് മാറിയെന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, കുറച്ച് സംസാരത്തിൽ കുറച്ചും കൂടെ കൺട്രോൾ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനൊന്നുമല്ല, ഞാൻ ആട്ടിത്തുപ്പി നല്ല തന്തയ്ക്ക് ഞാൻ വിളിക്കും, ഒരു മയവും കാണത്തില്ല. പിടികിട്ടിയില്ലേ, ഒരു മയവും ഇല്ലാത്തവനായിരുന്നു ഞാൻ. കുറച്ച് ഞാൻ ഒതുങ്ങിയതാണ്. കുറച്ച് കൺട്രോളൊക്കെ വെച്ച് കുറച്ചുകൂടെ നീറ്റായിട്ട് ഒന്നൊന്ന് ആ ഒരു സാധനം ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാന്നൊക്കെ പറയാൻ പറ്റുമോ, ഐ ഡോണ്ട് നോ. ബട്ട് വാട്ട് എവർ, ഐ ഹാവ് എ സ്റ്റാൻഡേർഡ് ഫോർ മൈ ഓൺ. പക്ഷേ അത് ഈ ഒരു സാധനത്തിലേക്ക് കണ്ട, ഇംഗ്ലീഷൊക്കെ വന്നാൽ കണ്ട എങ്ങനെയുണ്ട്, എനിക്കറിയാതെ. പിന്നെ വേണ്ട, കുറച്ച് ഒരു ഫോമിലങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പാറ്റേൺ പിടിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ചിലവർക്ക് ഇഷ്ടമാകാം. മനസ്സിലായില്ലേ? പല ആളുകൾക്കും നമ്മളൊരു സാധനത്തെ, ഇപ്പോൾ ഈ ഒരു പേനയെ തന്നെ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പറയുന്നൊരു കാര്യത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ തന്നെ എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ ക്യാരക്ടർ, അത് എല്ലാവരുടെയും കാര്യത്തിൽ നമ്മൾ പറയുന്ന രീതി അതാണെങ്കിൽ പോലും ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. എല്ലാവരും നമുക്ക് ഒരേപോലെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എൻ്റെ പ്രിയപ്പെട്ടവരെ? പറ്റുമോ? അത് ഒരു വീഡിയോയിൽ തന്നെ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് മാരാറേട്ടൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. വളഞ്ഞു ചുറ്റി കാര്യം അങ്ങ് തീർത്ത്. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. എല്ലാവർക്കും ചിലപ്പോൾ PR എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കുത്തി ഇളക്കുമ്പോഴത്തേക്ക് മാരാറ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. തൊപ്പിക്കിപ്പോൾ ഒരു ദേഷ്യം വന്ന, അല്ലെങ്കിൽ ഇന്നലെ അത്രയും സീൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മിനിഞ്ഞാന്ന് അത്രയും സീൻ ഉണ്ടാക്കിയത് മാരാറ് ആ ഒരു സാധനം പറഞ്ഞു. മാരാറിൻ്റെ വീഡിയോയിൽ ഇവൻ മറ്റേ കാണാത്തൊരുത്തൻ ഈ ഒരു സാധനം കാണാതെ വന്നിരുന്നു. മാരാറ് അത് പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. കുറേ ഉണ്ട് ഈ വീഡിയോ, എനിക്ക് എല്ലാം കൂടെ കുത്തിക്കയറ്റാൻ വന്നിട്ടാണ്. മാരാറ് തന്നെ പറയുന്നുണ്ട് അവനിതൊന്നും കാണാതെ വന്നിരുന്ന് പറയുന്നതാണ്. ഞാൻ അറ്റ്ലീസ്റ്റ് ഇത് കണ്ടിട്ടാണ് ഇത് സംസാരിക്കുന്നത്. നമ്മളും ഇത് കണ്ടിട്ടാണ് പറയുന്നത്. നമുക്ക് അതുകൊണ്ട് ഇതിനകത്ത് സംസാരിക്കാൻ, ഒരു വോട്ട് ചോദിക്കാൻ പോലും എനിക്ക് പറ്റും. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഈ സാധനം കാണുന്ന ഒരാളാണ്. തൊപ്പിയുടെ കേസിലോട്ട് വരുമ്പോൾ തൊപ്പി ഇതൊന്നും കാണുന്നില്ല. പെട്ടെന്ന് ഒരു 2-3 ദിവസത്തെ എന്ന് വെച്ചിട്ട് തൊപ്പിക്ക് ചോദിക്കാൻ പാടില്ല എന്നില്ല. തൊപ്പിക്ക് ചോദിക്കാം. തൊപ്പി അത് ചോദിച്ചു, പക്ഷെ പണി പാളിപ്പോയി, അത്രേ ഉള്ളൂ. തൊപ്പി ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ലൈവൊക്കെ നിർത്തി എന്തായാലും വീട്ടിൽ ഓടിയിട്ടുണ്ട്. 11 മിനിറ്റ് എങ്ങാണ്ട് ഇരുന്നത് തൊപ്പി പോയി. തൊപ്പിക്ക് ആകെ മാനസികമായി തളർന്നു പോയെന്നാണ് തൊപ്പി പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും കൂടുതലൊന്നും പറയാനില്ല. PR വിനു, താങ്കൾക്ക് ഒരു സല്യൂട്ട്. താങ്കൾ വിജയിച്ചിരിക്കുന്നു മകനെ. പിന്നെ PR വിനു കാരണം മാത്രമൊന്നുമല്ലടോ, അനുമോള് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നൊരു ഡയലോഗാണ്. PR വിനു ജയിച്ചു, PR വിനു. ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടു, PR വിനു ജയിച്ചു, PR വിനു ജയിച്ചു എന്നും പറഞ്ഞ്. PR വിനുവിന് നിങ്ങൾ ഹൈപ്പ് കൊടുക്കാതെ വിട്. മാരാറുടെ ഈ വീഡിയോയിലും പറയുന്നുണ്ട്, PR വിനുവിൻ്റെ പേര് വിട്. അവൻ ഇനി ഹൈപ്പ് കൊടുത്തങ്ങ് കൊണ്ടുപോകാതെ വിട്ടുകളാ അവനെ. അനുമോള് കണ്ടന്റ് കൊടുത്തിട്ടില്ലേ, അതും കൂടെ ഒന്ന് നോക്കിയാൽ മതി, കൂടുതലൊന്നും നോക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.